ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാരായണീയാമൃതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 3-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. പാരായണ ഭാഗങ്ങൾ: വിശ്വാമിത്രൻ്റെ യാഗരക്ഷ, താടകാവധം, അഹല്യാമോക്ഷം, അഹല്യാസ്തുതി. പാരായണം ചെയ്യുന്നത് ശശി അവർകൾ. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമാറെഴുന്നള്ളിടിനാൻ. രാമനായവനിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ, അസ്മജന്മവുമിന്നു വന്നിതു സഫലമായി. നിൻ തിരുവടിയെഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനികതപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ ഭാര്യേച്ച സുമാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപദേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപദേ കല്യാണമതേ കരുണാനിധേ നരപദേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തനനൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിടിനാൻ. എന്തു ചൊൽവതു ഗുരു, നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ തൽക്ഷണം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലുമതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ
പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കമൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നുടെ ഭഗ്നിയാകും അതിഥി കൗസല്യ കേൾ. ഇന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മിനി വിഷ്ണുപൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യോഗവേലായാം അയോനിജയായും ഉണ്ടായി വരും. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരിക ചേർത്തു മാറിലണച്ചു ഗാഠഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ചാശ്രുവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ്ങരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാ കേൾ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലി വഴിയാരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി. കൊല്ലേണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ.
എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരിക വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും, ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണ പോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലെ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ രക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതുകാലം, ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലെ മേൽഭാഗത്തിങ്കൽ നിന്നും തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ, മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുമാമവനെ ഒരു ശരം, അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചിന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ, ഖിന്നനായേറിയോരു യോജന പാഞ്ഞാനവൻ. അർണവൻ തന്നിൽ ചെന്നു വീണിതു രാമബാണമന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൂക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റല കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ, ദേവദുന്ദുബികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 2-3 ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി, അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിന മഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ശൂണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു
ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദം ഇതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം. നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ. തത്വമെന്തെന്നതന്നരുൾ ചെയ്യണം തപോനിധേ. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു. പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകാന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രശംസിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ ഭഗ്നിയായോരകല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരകല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ. ചന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിന്നാൻ. എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ. സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ. അന്തരാത്മിനി വിഭുതേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടജാന്തരേ പരവശാൽ. സൂത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും. മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിൻ തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപധൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ
ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധരമഹാവൃതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമപൽപാർശ്വം പൂക്കാൻ. അന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും നിന്തിലുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാസരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പൂക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദലസന്നിഭനേത്രത്തോടും വാസവനീലമണിസങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും 10 ദിക്കിങ്കലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജവിലോചനൻ പത്മജാമനോഹരൻ. ഇഥമാത്മിനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുക്കിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിതഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാഭിമഗ്നയായി സ്തുതി ചെയ്താൾ. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ
നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്നപാം സുലേശം. ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ. അതിനെത്തുമോ ബഹുകാലകൽപ്പമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാം സുപവിത്രാ ഭഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം സത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം. ഭക്ത്യൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായിന്നിതു വേദം. യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകൻ അവ്യക്തനനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി. ഭുവന മനോഹരമായോരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി. ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം. മാനാർദ്ധം മുന്നമേകേനാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം. മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാധിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാനജിതൻ നിരഞ്ജനൻ. വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ.
വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിന്നു സദാ മമ കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തുമെല്ലാടവും നിറഞ്ഞിരിക്കുന്നു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്രാമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിൻ തിരുവടിയായി എത്രയും മൂഢാത്മാവായി അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിൻ തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പൂരുഷാധ്യാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ ജനനമരണദുഃഖാപഹം ജഗന്നാഥം ദിനനായകകോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുധൃതശരചാപം കരുണാകരം കാളജദലഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഗണ്ഡം കമലദലലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാരാമമീഡേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്ഥിതി ജപിച്ചേടിൽ സാധിക്കും സകലവും
പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചേടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണി സുരഹന്ത പിതൃമാതൃഹാഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. ശത്രുത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടരുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കിതു താതനെ കാണാം. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ 4-ാം ദിവസത്തെ വായനയുമായി വീണ്ടും കാണാം. ജയ് ശ്രീറാം.